വില്ലേജിലെ മടന്തക്കോട് പാറമടയ്ക്കുള്ളിൽ കുടുങ്ങിയ പുലിയെ പിടികൂടാനായില്ല. മയക്കുവെടിവെക്കാനുള്ള ശ്രമത്തിനിടെ പുലി രക്ഷപ്പെട്ടു. പുലർച്ചെ 3 മണിയോടെയാണ് മയക്കുവെടിവെച്ചത്. പുലിക്ക് മയക്കുവെടിയേറ്റതായും സംശയമുണ്ട്. പ്രദേശത്ത് രാവിലെ കനത്ത മൂടൽമഞ്ഞു കാരണം വെളിച്ചം വന്നതിനു ശേഷമാണ് തിരച്ചിൽ ആരംഭിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് ചാളക്കാട് മടന്തക്കോട്ടെ കൃഷ്ണന്റെ കവുങ്ങിൻ തോട്ടത്തിന് സമീപമുള്ള പാറക്കെട്ടുകൾക്കിടയിലെ മാളത്തിൽ പുലിയെ കണ്ടെത്തിയത്. മാളത്തിനുള്ളിൽ നിന്നുള്ള ഗർജനം കേട്ടാണ് വീട്ടുകാർ വിവരമറിഞ്ഞത്. തുടർന്ന് വനം വകുപ്പ് അധികൃതർ തുരങ്കത്തിൽ വലവെച്ച് മൂടി. പ്രദേശത്ത് നിരന്തരം പുലിയെ കാണാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. പുലിഭീതി കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നും നാട്ടുകാർ പറയുന്നു. നിലവിൽ പുലി രക്ഷപ്പെട്ടതിനെ കുറിച്ചിട്ടുള്ള ആശങ്കയിലാണ് എല്ലാ ആൾക്കാരും നിൽക്കുന്നത്. ഞാനും അതുപോലെ തന്നെയാണ്. ഇതിനെ പിടികൂടുകയായിരുന്നെങ്കിൽ വലിയ സമാധാനമായിരുന്നു. നാട്ടിലാകെയുള്ള താൽക്കാലികമായിട്ടുള്ള ഈ പുലി പേടിയിൽ ഒരു പ്രദേശം രക്ഷപ്പെടുമായിരുന്നു എന്നുള്ള ഒരു നല്ല സമാധാനത്തിലാണ് ഉണ്ടായത്. ഏതായാലും പുലി രക്ഷപ്പെട്ടു. അത് വെടിവെക്കാൻ പറ്റാത്തൊരു, അതായത് ഏറ്റവും ഈ കുടുങ്ങിയ സ്ഥലം എന്ന് പറയുന്നുള്ളത് ചെറിയ ഗുഹയാണെങ്കിലും അത് വളരെ താഴ്ന്നൊരു പ്രദേശമാണ്. ഉയർന്ന ആളുകൾക്ക് കയറി ചെല്ലാൻ പറ്റുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ പുലി, പട്ടി അതുപോലെയുള്ള ആളുകൾക്ക് മാത്രം മൃഗങ്ങൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ വെടിവെക്കാനുള്ള സാഹചര്യം ഉദ്യോഗസ്ഥനും വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അപ്പോൾ നെറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അത് നെറ്റ് മാറ്റി അകത്തേക്ക് ബന്ധപ്പെട്ട ഓഫീസർ, അയാളെ ജീവൻ രക്ഷപ്പെട്ടതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഇപ്പം നമ്മൾ കാണുന്നില്ല. എന്തായാലും പുലിയെ നമുക്ക് ഓടിച്ചു വിടാൻ പറ്റുന്ന ഒരു സാഹചര്യം വീണ്ടും സൃഷ്ടിക്കാം. അദ്ദേഹം ആക്രമിക്കപ്പെടാനുള്ള സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. വല മാറ്റിയിട്ടുണ്ടായിരുന്നു. വല അവിടുന്ന് മാറ്റാതെ അതിനകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മൾ പൊതുവായിട്ട് പറയുന്നത് പോലെയല്ല. ഈ പാറമട എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വളരെ താഴ്ന്ന ഒരു ഒരടി, ഒരു 1.5 അടിക്ക് താഴെയുള്ള ഉയരം മാത്രമേ ഈ ഗുഹക്കുള്ളൂ. കൊളത്തൂരിലും പരിസര പ്രദേശങ്ങളിലും 2 ആഴ്ചയിലേറെയായി പുലി ഭീഷണി നിലനിൽക്കുകയാണെന്ന് CH കുഞ്ഞമ്പു MLA പറഞ്ഞു. മടന്തക്കോട് പ്രദേശം സന്ദർശിച്ച മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MLA. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഈ ബേഡുക്ക പഞ്ചായത്തിൻ്റെ ഈ പ്രദേശത്ത് ഈ പുലി വലിയ ഭീതി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നലെയാണ് അത് നേരത്തെ കണ്ടുകൊണ്ടുണ്ട്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ അകലെ നിന്നാണ് കണ്ടത്. ഇന്നലെയാണെങ്കിൽ ഇവിടെ പുലി ഈ കേവിൻ്റെ അകത്ത് പെട്ടു. അപ്പോൾ ആളുകൾ കണ്ടു, അത് അലർച്ച കേട്ടു. അപ്പോൾ ആളുകളെല്ലാം, നാട്ടുകാരെല്ലാം കൂടി വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു. ഞാൻ ഇടപെട്ട് വനം വകുപ്പിൽ നിന്ന് കോഴിക്കോടിൽ നിന്നും വയനാട്ടിൽ നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വന്ന് മയക്കുവെടി വെച്ച് അതിനെ കീഴ്പ്പെടുത്തിയിട്ട് കൊണ്ടുപോകാം എന്ന നിലയിലാണ് വന്നത്. പുലർച്ചെ 3 മണിക്ക് മയക്കുവെടി വെച്ചു എന്ന് ഡോക്ടർ പറയുന്നു. കൊണ്ടിനറിയില്ല, പുലി രക്ഷപ്പെട്ടു, ഇവിടുന്ന് ഓടിയിട്ടുണ്ട്. അളവായാലും ഇല്ലാതിരുന്നത് നമ്മുടെ നാട്ടുകാരുടെയും വലിയൊരു ഭാഗ്യമായി കാണാം. ഈ പുലർച്ചെ 3 മണിക്ക് മയക്കുവെടി വെച്ചതൊരു സമയത്തിന്റെ ഒരു പ്രശ്നം വന്നില്ലേ? അതറിയില്ല. അത് അവർക്ക് അറിയും. എന്തുകൊണ്ട് പറഞ്ഞാൽ അത് സംബന്ധിച്ച് വിദഗ്ധന്മാരെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചത്. DFOട് ഞാൻ ഇന്നലെ രാത്രി സംസാരിച്ച് പറഞ്ഞത്, അതിന് ഉത്തരവാദപ്പെട്ട ഡോക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ, ആർക്കെങ്കിലും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരത് ചെയ്തു. അതിന് സമയമൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. 3 മണിയൊന്നും ഒരു പ്രശ്നമല്ല, ചെയ്തു. ആ ഡോക്ടർ രക്ഷപ്പെട്ട ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ചാടിയത്, അത് രക്ഷപ്പെട്ടതിനൊരു ഭാഗ്യമാണ്. ഏതായാലും ഒരു കാര്യമുണ്ട്, വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നാട്ടുകാരെ മുഴുവൻ സംഘടിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജീവനം കൊണ്ട് അത് ഓടി. ഇനിയും ഇപ്പോൾ നമ്മുടെ നാട്ടിലതുണ്ട്. ഉടനെ അതിനെ പിടിച്ച് ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കുക, ഭീതിയിൽ നിന്ന് അവരെ അങ്ങനെ രക്ഷപ്പെടുത്തുക എന്നാണ് ചെയ്യേണ്ടത്. അതിന് വനം വകുപ്പും ഉദ്യോഗസ്ഥന്മാരും വേണ്ട കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. അലംഭാവം ഒന്നിങ്ങനെ പറഞ്ഞുകൂടാ. കാരണം എന്താ പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്താ കാര്യം? അലംഭാവം ഒന്നും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ഇത് കേട്ടപ്പോൾ തന്നെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇതിന് പെടുന്ന എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. ക്യാമറ വെച്ചിട്ടുണ്ട്, ഇവിടെ ട്രേസ് ഔട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേവ് കൂട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അവരും അവർക്ക് ഒരു പരിമിതിയുണ്ട്. ഉടനെ കാണുമ്പോഴത്തേക്കൊന്നും ചെയ്യാൻ അവർക്കും പറ്റില്ല. അതിന് നിയമപരമായ ചില പ്രശ്നങ്ങൾ അതിനെ വെച്ചുകൊണ്ട് അവർ മാക്സിമം ചെയ്തു. ഇന്നലെ ഈ വിവരം കിട്ടുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വന്നു. അവർ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം ബന്ധപ്പെട്ടതിന് ശേഷമാണല്ലോ വെടിവെക്കാനൊക്കെയുള്ള ഉത്തരവ് ഇറക്കുന്നത്. അപ്പം അങ്ങനെ നിയമപരമായ ചില തടസ്സങ്ങളല്ലാതെ അവരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. ഉണ്ടല്ലോ, 2 ആഴ്ച മുമ്പേ ഉണ്ടല്ലോ, ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചല്ലോ ഈ വിഷയം. ഇവിടെ ഇങ്ങനെ ഉണ്ട് അതിപ്പോൾ അങ്ങ് മുളിയാർ വഴി ഇങ്ങോട്ട് കടന്നു വന്നു, ബേഡകത്തുണ്ട്, അത് കുളത്തൂറാണ് ഉള്ളത് എന്ന് എത്രയോ ആളുകൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മൂവ്മെൻ്റൊക്കെ ആളുകൾ നേരത്തെ കണ്ടുകൊണ്ടുണ്ട്. ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പെട്ടുപോയത്. ആ പെട്ടതിനെയാണ് ഒന്ന്
പിടിച്ച് ഫോറസ്റ്റിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. അതിൽ പരാജയപ്പെട്ടു. അവർ പറഞ്ഞല്ല, അങ്ങനെ സംഭവിച്ചല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ പറഞ്ഞാൽ ജനങ്ങളുടെ ജീവന് ഒരു സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് എവിടെയാണോ അതുള്ളത് അതിനെ ഉടനെ തന്നെ കീഴ്പ്പെടുത്തി ഉൾവനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. വയനാട്ടിൽ നിന്നെത്തിയ വനം വകുപ്പ് സംഘം മേഖലയിൽ തുടരുന്നുണ്ട്. പുലി ചാടിപ്പോയതിനാൽ ആശങ്കയിലാണ് സ്ഥലവാസികൾ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ കൊളത്തൂർ, കരക്കയടുക്കം, ചളക്കാട്, വരിക്കുളം, ബാവിക്കരയടുക്കം തുടങ്ങിയ പ്രദേശങ്ങളിൽ പുലി ഭീഷണിയുണ്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടംകുഴി.